രൂപ പോലും പരസ്യത്തിന് നൽകാതെ ഒരു എനർജി ഡ്രിങ്ക് എങ്ങനെ ലോകം കീഴടക്കി? റെഡ് ബുൾ തുടക്കകാലത്ത് ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അവരൊരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു ചെയ്തത്. റെഡ് ബുൾ ലോഞ്ച് ചെയ്ത സമയത്ത് വലിയ ബ്രാൻഡുകളോട് മത്സരിക്കാൻ അവരുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് അവർ പത്രത്തിലും ടിവിയിലും പരസ്യം നൽകുന്നതിന് പകരം മറ്റൊരു വഴി കണ്ടെത്തി. ലണ്ടനിലെ തിരക്കേറിയ നൈറ്റ് ക്ലബ്ബുകളുടെയും ബാറുകളുടെയും മുമ്പിലെ വേസ്റ്റ് ബിന്നുകളിൽ റെഡ് ബുള്ളിന്റെ ഒഴിഞ്ഞ ക്യാനുകൾ കൊണ്ടുപോയി ഇട്ടു. ഇത് കണ്ട് ആളുകൾ വിചാരിച്ചു എല്ലാവരും കുടിക്കുന്ന ഡ്രിങ്ക് ആണെന്ന്. ഇത്രയും അധികം ആളുകൾ എന്തുകൊണ്ടാണ് ഇത് കുടിക്കുന്നതെന്ന് ആളുകളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. സോഷ്യൽ പ്രൂഫ് എന്ന സൈക്കോളജി അവർ അതിമനോഹരമായി ഉപയോഗിച്ചത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട എനർജി ഡ്രിങ്കായി റെഡ് ബുൾ മാറിയത്. ഉൽപ്പന്നം വിൽക്കുന്നതിന് മുമ്പ് തന്നെ പോപ്പുലർ ആണെന്ന് വിശ്വസിപ്പിക്കുകയാണ് റെഡ് ബുൾ ചെയ്തത്. ദാറ്റ്സ് നോട്ട് മാർക്കറ്റിംഗ്, ദാറ്റ് ഈസ് ജീനിയസ്.